ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്, ഉച്ച വരെയുള്ള എൻ്റെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കൊച്ചു കൊച്ചു പണികളും അടുക്കളയിലുള്ള കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ. ഇന്ന് രാവിലെ ചേട്ടയാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയത്. ചേട്ടൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ്റെ ഉപ്പുമാവ്. അതുകൊണ്ട് ഞാനിങ്ങനെ വല്ലപ്പോഴും എനിക്കിങ്ങനെ രാവിലെ ബോറടിച്ച് എണീക്കാനൊക്കെ മടിയുള്ള ദിവസങ്ങളിലോ പിന്നെ ഇങ്ങനെ ക്ഷീണമൊക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ചേട്ടനെ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിക്കാറുണ്ട്. ഉപ്പുമാവ് ചേട്ടൻ നന്നായിട്ടുണ്ടാക്കും, നല്ല ടേസ്റ്റാണേ. രാവിലെ ചേട്ടയെ അടുക്കള കയറിയത് കൊണ്ട് തന്നെ കുറച്ചധികം പാത്രങ്ങൾ എനിക്ക് കഴുകാൻ വന്നിട്ടുണ്ട് കേട്ടോ. അത് അങ്ങനെയാണല്ലോ, എന്നാലും സാരമില്ല, ഉപ്പുമാവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എല്ലാം തുടച്ച് അടിച്ച് വാരി ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഓർഡർ ആക്കിയിടാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്തോ ഞാൻ വീട്ടിലായിരിക്കുന്ന സമയത്തൊക്കെ മമ്മി പറയായിരുന്നു നിനക്ക് OCD ആണെന്ന് പറയായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്നത് പിന്നെ കല്യാണം കഴിച്ചൊക്കെ വന്നത് പിന്നെ നേരെ ഓപ്പോസിറ്റായിരുന്നു കേൾക്കണത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ എത്ര ചെയ്താലും എന്തൊക്കെ ചെയ്താലും ചെയ്യുന്നില്ല, അറിയില്ല, ചെയ്യത്തില്ല, അതൊക്കെയാണല്ലോ നമുക്ക്. അത് പിന്നെ നമുക്ക് ശീലമായി തുടങ്ങും. എന്നിരുന്നാലും ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. എന്തോരം പറഞ്ഞാൽ ഈ പാത്രങ്ങൾ കഴുകി തീരുന്നില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്ത് ചെയ്യാൻ, കുറച്ചധികം പാത്രങ്ങൾ ഇന്ന് ഉണ്ട് കഴുകാൻ. സാധാരണ എല്ലാ ദിവസങ്ങളും ആദ്യം ചോറും കറിയൊക്കെ വെച്ച് പിന്നെയാണ് പാത്രം കഴുകലും ക്ലീനിങ്ങും ഒക്കെ തുടങ്ങാറ് കേട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, എനിക്ക് ആ പാത്രങ്ങൾ അങ്ങനെ കുറേ അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് ഒതുക്കി വെക്കുകയാണെങ്കിൽ പിന്നെ അതങ്ങ് കഴിഞ്ഞല്ലോ. നമ്മളിവിടെ ചോറ് വെക്കുന്നത് തെർമലിലാട്ടോ. അരി തീർന്നു നമ്മളുടെ. ഇന്ന് അരി എടുത്തപ്പോഴാണ് ഓർത്തത് സത്യം പറഞ്ഞാൽ അരി തീർന്നു എന്നുള്ള കാര്യം. ഭാഗ്യത്തിന് ഇന്ന് വെക്കാനുള്ള ചോറ് അരി ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണേ, അതുകൊണ്ട് തന്നെ അരി കഴുകാനാണെങ്കിലും എന്തിനു തന്നെയാണെങ്കിലും പ്യൂരിഫയറിൽ നിന്ന് വെള്ളം എടുത്താട്ടോ ഞങ്ങളെല്ലാം കഴുകുന്നതും എല്ലാ കാര്യങ്ങളും. മഴ നന്നായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കിവിടെ നിന്ന് വീട് മാറണം. ഒരു ചെറിയൊരു വീട് സെറ്റൊക്കെ ആയിട്ടുണ്ട്, മിക്കവാറും അടുത്ത് തന്നെയായിട്ട് മാറുമായിരിക്കും. സാധാരണ ഇന്നും തലേദിവസം രാത്രി തന്നെ പ്ലാൻ ചെയ്തിട്ട് കിടക്കും, പിറ്റേ ദിവസം രാവിലെ എന്തുണ്ടാക്കണം, ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം എന്നൊക്കെ. അതുകൊണ്ട് തന്നെ എല്ലാം വെള്ളത്തിലിടാനുള്ളതാണെങ്കിലൊക്കെ ഇങ്ങനെ കടലയും പയറൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് കിടക്കും. ഇപ്രാവശ്യം ഇന്ന് രാവിലെ കടൽക്കറി വെക്കാം എന്ന് വിചാരിച്ചു, പക്ഷേ കടല വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ കടല വേവോ ഇല്ലയോ എന്നുള്ളത് ഒരു സംശയമൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് നോക്കാം. ഇത് രാവിലത്തെ കുറച്ച് ഉപ്പുമാവ് ബാക്കിയിരുന്ന കേട്ടോ. അപ്പം വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതെടുത്ത് കഴിക്കുകയാണേ. പിന്നെ സത്യം പറഞ്ഞാൽ ചെറുതായിട്ട് വിശക്കാനും തുടങ്ങി. കടല വെളുപ്പിനെ തന്നെ ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെളുപ്പിനെ രാവിലെ ഇട്ടത്, പക്ഷെ ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ. കുക്കറിലിട്ട് ഒരു 2-3 ഫിസിലടിച്ചപ്പോൾ തന്നെ കടല വെന്തു. കടലേൻ്റെ കൂടെ ഒരു ചെറിയ മോര് കാച്ചിയതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. മോര് കാച്ചിയത് കറക്റ്റ് പാകം പുളി. സാധാരണ ഈ തൈരിൻ്റെ പുളി കൂടിപ്പോവും അല്ലെങ്കിൽ കുറയും. ഇത് നല്ല ടേസ്റ്റായിരുന്നു, കറക്റ്റ് പാകം പുളിയുള്ളത് കിട്ടി. പിന്നെ കടലയാണെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കടല കറക്റ്റ് വെന്തു, പാകം വേവും കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടി. അപ്പം നമ്മുടെ ഉച്ചയൂണ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കടല കറിയല്ല ഫ്രൈ ചെയ്തെടുത്തതും പിന്നെ മോര് കാച്ചിയതും. നമുക്ക് നല്ല പ്ലേറ്റ് എടുത്ത് നല്ല ചൂട് ചോറ് വിളമ്പി അതിനകത്തോട്ട് കുറച്ച് കടലയും കുറച്ച് മോര് കൂട്ടാനും കൂടെ എടുത്ത് പപ്പടവും കൂട്ടി കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ കൊച്ചു വിശേഷങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം പങ്കുവെച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ കൊച്ചു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.